അപ്പോൾ സാധാരണ രീതിയിൽ ഒരു രോഗിക്ക് വേണ്ടി നമുക്ക് ചെലവഴിക്കാനായിട്ട് 1 മിനിറ്റിൽ താഴെയുള്ള ഒരു സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഹീലിംഗ് ടച്ച്, ആ ഒരു റാപ്പോ ഉണ്ടാക്കി നമുക്ക് ചികിത്സിക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. മനസ്സും ശരീരവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ തന്നെയാണ്. പണ്ട് ആരോഗ്യ മേഖലയിൽ ചികിത്സിച്ചിരുന്നവർ ഇതിനെ രണ്ടായിട്ട് കണ്ടിരുന്നില്ല. മനസ്സിനെയും കൂടിയും പരിഗണിച്ച് അതിന് പ്രാധാന്യം കൊടുത്തു തന്നെയാണ് ചികിത്സയിൽ മുന്നോട്ട് പോയിരുന്നത്. എന്ന് ചികിത്സയിൽ മനസ്സിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടോ അന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. പിന്നെ സാറ് സൂചിപ്പിച്ച പോലെ ഈ സമയക്കുറവ് കൊണ്ടാണ് ശ്രദ്ധിക്കാത്തതെന്ന് പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം ഒരു വലിയ വിഭാഗം ഡോക്ടേഴ്സിന്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക്, അവരെന്തൊരു സ്പെഷ്യൽ കാറ്റഗറി ആണ് എന്നുള്ള അഹങ്കാരം നന്നായിട്ടുള്ള പോലെയാണ് എനിക്ക് ഇടപെട്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. എന്നുവെച്ചാൽ അവരൊരു കൂടുതൽ ഇന്റലിജൻസ് ഉള്ളവരോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രിവിലേജസ് കിട്ടേണ്ട ഒരു ഗ്രൂപ്പായിട്ട് അവർ സ്വയം വിശ്വസിക്കുകയും ബാക്കി എല്ലാവരോടും ഒരു തരം അവജ്ഞയോടെ പെരുമാറുന്ന ശൈലി ഞാൻ വലിയൊരു ശതമാനം ഡോക്ടേഴ്സിൽ കണ്ടിട്ടുണ്ട്. അത് രോഗിയിലേക്കും അവർക്ക് വരാറുണ്ട്. മോഹൻ വൈദ്യർ, എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ നാട്ടുവൈദ്യത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഈ പറഞ്ഞ മനസ്സാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടർ മരുന്നിന്റെ പ്രത്യേകതകളേക്കാൾ ഉപരി ഇപ്പൊ മോഹൻ വൈദ്യരുടെ അടുത്ത് ആൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് മോഹൻ വൈദ്യർ അവരെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നു, അവരിൽ വിശ്വാസം ജനിപ്പിക്കുന്നു, അവർക്ക് ഇങ്ങോട്ടൊരു വിശ്വാസം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് വീണ്ടും പറയാൻ സാധിക്കും, മോഹൻ വൈദ്യർ കൊടുക്കുന്ന അതേ മരുന്ന് ഇനി ഞാൻ കൊണ്ടുപോയി വേറെ രോഗിക്ക് കൊടുത്താൽ രോഗി സുഖപ്പെടണമെന്നില്ല. യെസ്, അതല്ലേ യഥാർത്ഥത്തിൽ നാട്ടുവൈദ്യത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം. അതാണ് യഥാർത്ഥ കാരണം. അവനവന്റെ മനസ്സിനാണ് രോഗം പിടിച്ചിരിക്കുന്നത്. ആ മനസ്സിനെയാണ് ആദ്യമേ ഉണർത്തേണ്ടത്. ഇപ്പൊ എന്റെ വീട്ടിൽ വരുന്ന രാവിലെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ വരും. ആൾക്കാർ വന്ന് ഇവരുടെ എല്ലാം മുമ്പിൽ വെച്ചിട്ട് ഇവരുടെ രോഗത്തെ പറ്റി പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചർച്ച ചെയ്യുമ്പോൾ പകുതി രോഗം അവിടെ വെച്ച് ഭേദമാവുകയാണ്. കാരണം ആ പുള്ളിയുടെ അനുഭവം ഇങ്ങോട്ട് കൊടുക്കുന്നു. കാരണം അവിടെ ഞാൻ പഠിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തിയറി, ശരീരത്തിനകത്തല്ല മനസ്സിരിക്കുന്നത്, മനസ്സിനകത്താണ് ശരീരം ഇരിക്കുന്നത്. അപ്പൊ ആ മനസ്സ് അറിയാതെ ഒരു കാര്യവും നമ്മുടെ ശരീരത്തിൽ നടക്കൂല. അവനവൻ തന്നെയാണ് അവനവന്റെ ഡോക്ടർ. അവനവൻ വിചാരിക്കാതെ അവന്റെ രോഗം മാറൂല. അതുപോലെ തന്നെ എന്റെ രോഗത്തെ പറ്റി, എന്റെ വേദനയെ പറ്റി ഈ ലോകത്ത് ഒരു മനുഷ്യനും അറിയാൻ പറ്റില്ല, എനിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. സാറിന്റെ കാലിന്റെ മുട്ടിലൊരു വേദനയുണ്ടെന്ന് സങ്കല്പിക്കുക. ആ വേദന ഏത് ഭാഷയിൽ കൂടെ പറഞ്ഞാലും എനിക്ക് മനസ്സിലാവൂല, അത് സാറിന് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് അറിയണമെങ്കിൽ അതേ തരത്തിലുള്ള ഒരു വേദന എനിക്കുണ്ടാവണം. അങ്ങനൊരു വേദന ഒരാളുടെ വേദന പോലെ വേറൊരാൾക്ക് ഉണ്ടാകാറില്ല. ഒരു പക്ഷേ ഈ നാട്ടുവൈദ്യത്തിന്റെ ഗുണവും അതോടൊപ്പം തന്നെ അതിന്റെ അപര്യാപ്തത അത് തന്നെയാണ് ഈ മരുന്ന്. യെസ്, അതേ സമയത്ത് അലോപ്പതി ഒരു മരുന്ന് നമ്മൾ മേടിച്ച് കഴിച്ചാൽ ആർക്കും അസുഖം മാറും, പെട്ടെന്ന് മാറും. ഒരു പക്ഷേ അതിന്റെ പാർശ്വഫലങ്ങൾ വേറെ ഉണ്ടാകാമെങ്കിലും നാട്ടുവൈദ്യത്തിനും ആയുർവേദത്തിനും ഒരുപാട് മേന്മകളുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ നമുക്കിപ്പോ ഒരു മാരകമായ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അലോപ്പതിയല്ലേ ആശ്രയിക്കുക. അതെല്ലാം പോട്ടെ, നമുക്കൊരു അപകടം സംഭവിച്ചു ഈ പറയുന്ന വൈദ്യർക്ക് സംഭവിച്ചു കഴിഞ്ഞാലും എങ്ങോട്ടേക്കാ പോവുക? അലോപ്പതി നേരത്തെ പറഞ്ഞു ഒരു അപകടം പറ്റിയാൽ ഞാനും ഓടിപ്പോകുന്ന അലോപ്പതിയിലാണെന്ന്. അത് തെറ്റാണെന്നല്ല പറയണത്. അതിന്റെ നല്ല വശങ്ങളെല്ലാം സ്വീകരിക്കുക, അതിന്റെ തിന്മകളെയാണ് ഞാൻ എതിർക്കുന്നത്. ഞാൻ വേറെ ഒന്നിനും പറയുന്നില്ല. ആയുർവേദത്തിൽ ഒരുപാട് ദോഷങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ആയുർവേദത്തിൽ ഇഷ്ടം പോലെ ന്യൂനങ്ങളാണ് കിടക്കണേ. കാശിന് മാത്രം കുത്തിയിരിക്കുന്ന ഡോക്ടർമാരാണ്. വിപ്ലവാരിഷ്ടം ഉണ്ടാക്കി കൊടുത്ത് തലയ്ക്ക് പിടിപ്പിക്കുന്ന വൈദ്യന്മാരുണ്ട്. അവന്റെ അടുത്ത് പോകാതിരിക്കുക, അവനെ തിരിച്ചറിയാം. അതിനാ ബുദ്ധി തന്നിരിക്കുന്നത്. ഇപ്പൊ രോഗികളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ആവശ്യമാണ്. ഇത്രയും ഡോക്ടർമാർ പൊങ്ങുമ്പോ, ഇത്രയും ഡോക്ടർമാർ പൊങ്ങി വരുമ്പോ അത്രയും രോഗികളെ കിട്ടണം. അത്രയും രോഗികളെ ആദ്യം രോഗി ഉണ്ടാക്കണം. അതിന് ഈ കമ്പനിക്കാരൻ ആദ്യം മരുന്ന് കൊടുത്ത് രോഗിയെ സൃഷ്ടിക്കും. ഈ ആധുനിക ലോകത്ത് എല്ലാരും തിരക്ക് പിടിച്ച് എല്ലാവർക്കും ഭയങ്കര ജോലി തിരക്കും എല്ലാ കാര്യങ്ങളായിരിക്കും. അപ്പൊ ഒരു പനി വന്നാല് എങ്ങനെയായാലും ആയുർവേദത്തിലൊക്കെ പോവാണെങ്കിൽ 2-3 ദിവസം കിടന്ന് കഷായൊക്കെ കുടിച്ചിട്ട് അപ്പൊ 2-3 ദിവസം ലീവ് എടുക്കാനുള്ളതൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴായാലും അലോപ്പതിനെ ആയിരിക്കും. ഒരു ദിവസം ഒരു ഗുളിക കഴിച്ചാൽ അപ്പൊ തന്നെ മാറുന്നു. അപ്പൊ അധികം ആൾക്കാരും അലോപ്പതിയിലേക്ക് പോകുന്ന അതുകൊണ്ടായിരിക്കും. പിന്നെ ആയുർവേദത്തിൽ പഥ്യം എന്ന് പറഞ്ഞാൽ എരിവ് കഴിക്കരുത്, പുളി കഴിക്കരുത്, മത്സ്യ മാംസം, അതൊന്നും ഇപ്പോഴത്തെ ജീവിത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റൂല. അതിന് വേറെ കാര്യമുണ്ട് സാർ. അതിനൊരു കാര്യം പറഞ്ഞാ, അപ്പൊ നിങ്ങൾ ഈ മരുന്ന് ഓരോ ഗുളിക എടുത്ത് കഴിക്കുമ്പോൾ അവിടുന്ന് ഒരു ബുക്കും കൂടെ മേടിച്ച് നോക്കണം. ഓരോ ഗുളികയുടെ സൈഡ് എഫക്ട്, ഇത്രയും കിഡ്നി രോഗികൾ എവിടെ നിന്നുണ്ടായി, ഇത്രയും ലിവർ സിറോസിസ് എവിടെ നിന്ന് വന്നു, ഇതെല്ലാം നിങ്ങൾ ചെറിയ സാധനത്തിന് മരുന്നിന് നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഡോക്ടറെ കുറിപ്പടി പോലും ഇല്ലാതെ മേടിച്ച് കഴിക്കുമ്പോ ഇത്രയും ലിവർ സിറോസിസും മന്ദബുദ്ധികളും ടെൻഷനും പ്രഷറും ഒക്കെ എങ്ങനെ കൂടിക്കൊന്നേ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ആരോഗ്യരംഗം വളരെയേറെ രോഗഗ്രസ്തമായിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ. അത് അലോപ്പതി ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, ഹോമിയോപ്പതി ആയിക്കോട്ടെ, മറ്റെന്ത് ഹോളിസ്റ്റിക് ഏത് ചികിത്സാ രംഗമാണെങ്കിലും അവിടെ ഒരുപാട് രോഗം ആരോഗ്യരംഗത്തിന് ബാധിച്ചിരിക്കുന്നു. നമുക്ക് നാളത്തെ സമൂഹത്തെ വാർത്തെടുക്കുന്ന അധ്യാപകരെന്ന നിലയ്ക്ക്
എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്? അതാണ് ഷാലോമിന്റെ യൂത്ത് ടൈം പ്രേക്ഷകര് ചെവി ഓർക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറയാവുന്നതാണ്. യെസ്. ആരോഗ്യരംഗം വ്യാവസായികമായി കാണാതെ ഒരു രോഗിയെ എങ്ങനെ ആ രോഗത്തെ മാറ്റാം എന്നുള്ള രീതിയിൽ ആരോഗ്യരംഗം വ്യാവസായികവൽക്കരിക്കപ്പെടാതെ നോക്കിയാൽ, വ്യവസായം എന്നുള്ള ചിന്ത മാറ്റിയിട്ട് ഒരു ധർമ്മമാക്കി ഇതിനെ മാറ്റണം, ദൗത്യമാക്കി മാറ്റണം. യെസ്. ഒരു ഡോക്ടർ രോഗി ബന്ധം സ്റ്റെതസ്കോപ്പിന്റെ അപ്പുറത്തേക്ക് വളരണം. അത് മാത്രമല്ല, ആ രോഗിക്ക് പറയാനുള്ളത് മുഴുവൻ ഡോക്ടർ സമാധാനത്തോടെ കേൾക്കുകയും മനസ്സിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. ഇതോടൊപ്പം തന്നെ ആയുർവേദം അല്ലെങ്കിൽ നാട്ടുമരുന്ന് എന്ന് പറയുന്ന ഇത്തരം ശാസ്ത്രശാഖകളെ ഒരു ശാസ്ത്രീയ അടിത്തറയിലേക്ക് കൊണ്ടുവന്ന് അതിനൊരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കണം. ഇതിലൊക്കെ അധികമായിട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ രോഗം വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിലും കൂടുതലായിട്ട് ഈ രോഗം വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം എന്നുള്ളതിനെ പറ്റി ജനങ്ങളെല്ലാവരെയും ഒന്ന് ബോധവൽക്കരിക്കണം. ഓക്കെ, എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും വലിയൊരു ദൗത്യം ചെയ്യാനുള്ളത് നിങ്ങൾക്ക് തന്നെയാണ്. കാരണം നാളെ നിങ്ങളുടെ മുന്നിൽ വരുന്ന വിദ്യാർത്ഥി സമൂഹത്തെയാണ് നിങ്ങൾക്ക് ബോധവൽക്കരിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ശ്രമിച്ചാൽ തന്നെ മിക്കവാറും ഒരുപാട് പേരെ ഡോക്ടറെ അടുത്ത് എത്തിക്കാതെ തന്നെ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കും. ഈ ചർച്ച ഇന്ന് ഉപസംഹരിക്കേണ്ടതുണ്ട്. ഞാൻ വരികയാണ്. ഡോക്ടർ ബീന, യെസ്, അവസാനമായിട്ട് എങ്ങനെ നമുക്ക് ഈ ആരോഗ്യരംഗത്തെ, രോഗഗ്രസ്തമായിട്ടുള്ള ഈ ആരോഗ്യരംഗത്തെ വീണ്ടും ആരോഗ്യകരമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും? ഒന്ന്, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളെല്ലാം സ്വകാര്യവൽക്കരണം ഒഴിവാക്കുക, ഗവൺമെന്റിന്റെ കീഴിൽ വരാന്നുള്ളതാണ്. പിന്നെ ഒന്ന്, പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക. ഇപ്പം മൃഗങ്ങൾ എണീറ്റ് കാലത്ത് പല്ലുവയ്ക്കുന്നുണ്ടോ? എന്നിട്ട് അവർക്ക് ദന്തൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നില്ലല്ലോ. അപ്പം കാരണം അവരവരുടെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയാ ജീവിക്കുന്നത്. അവർക്ക് പാടില്ലാത്തതൊന്നും അവര് ചെയ്യുന്നില്ല. അപ്പൊ മനുഷ്യൻ അവന് പാടില്ലാത്ത, അവന് അരുതാത്ത കാര്യങ്ങൾ ചെയ്യുകയും പ്രകൃതിയിൽ നിന്ന് അകന്നു പോയതുകൊണ്ടാണ് അവന്റെ ശരീരത്തിൽ അവന്റെ രോഗങ്ങളെ ചികിത്സിക്കാൻ വേണ്ട ഇമ്മ്യൂൺ സിസ്റ്റം അവിടെ ഉണ്ട്. മൃഗങ്ങൾ അത് തന്നെ ഉപയോഗിക്കണം. കാരണം അവർക്ക് അവരുടെ പ്രകൃതിക്ക് വിരുദ്ധമായി അവരൊന്നും ചെയ്യുന്നില്ല. അപ്പൊ മനുഷ്യൻ അവന്റെ പ്രകൃതിക്ക് വിരുദ്ധമായി ചെയ്തപ്പോൾ അവന് പുറത്തുനിന്ന് സപ്പോർട്ട് എടുക്കേണ്ടി വന്നു അവന്റെ ഹെൽത്ത് റീഗെയിൻ ചെയ്യാനായിട്ട്. അപ്പൊ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക. അതുപോലെ ഇത്തരം ഈ അപകടങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പ്രൈമറി പ്രിവെൻഷന്റെ ഭാഗമായിട്ടുള്ള മാസ് അവയർനെസ് പ്രോഗ്രാംസ് നടത്തുക. നേരത്തെ പറഞ്ഞ പോയിന്റ്, നിങ്ങൾ അധ്യാപകർക്ക് സ്കൂൾ പഠനത്തിന്റെ ഭാഗമാക്കണം. രോഗങ്ങൾ എങ്ങനെ വരുന്നു, അതെങ്ങനെ തടയാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പം ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ലക്ഷ്യം കാണാൻ പറ്റും. ഡോക്ടർ വിൻസെന്റ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രകൃതിയിൽ നിന്ന് എന്ന് മനുഷ്യൻ അകലാൻ തുടങ്ങിയോ അന്നു മുതലാണ് രോഗത്തിന്റെ സാന്ദ്രത കൂടി വന്നത് എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ്. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, പരമാവധി നിങ്ങൾ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അനുസരിച്ച്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വാഹനങ്ങൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ആധുനിക കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കുന്നതോ റോഡുകൾ നിർമ്മിക്കുന്നതോ ഒന്നുമല്ല. പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ആയിട്ടും നമ്മൾ മുമ്പോട്ട് പോകണം. ആരോഗ്യകരമായ ജീവിത ശൈലികൾ, അതായത് റെഗുലർ എക്സസൈസ്, പോഷകാഹാരമുള്ള ഭക്ഷണം, അതുപോലെ തന്നെ കീടനാശിനി പ്രയോഗമൊന്നുമില്ലാത്ത നല്ല ഭക്ഷണം എല്ലാം കഴിച്ച് ആരോഗ്യം സംരക്ഷിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് എനിക്ക്. മോഹൻ വൈദ്യർ, അവനവൻ തീരുമാനം, അവനവനാണ് അവനവന്റെ ഡോക്ടർ എന്നും അവനവന് മാത്രമേ ശരീരത്തെ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്നും. രണ്ടാമത്തത്, ഈ സംവിധാനങ്ങൾക്കൊന്നും ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം ഒരു ടൂത്ത് പേസ്റ്റ് എടുത്ത് നോക്കുക, അതിന്റെ കവറെ ക്ലിയർ എഴുതിയിട്ടുണ്ട്, ഈ ടൂത്ത് പേസ്റ്റ് പല്ല് തേക്കുന്നതിന് മുമ്പിട്ട് ഒരു ഡെന്റിസ്റ്റിന്റെയോ ഒരു ഫിസിഷ്യന്റെയോ മേൽനോട്ടത്തിൽ മാത്രമേ പല്ല് തേക്കാവൂ എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിന്റെ താഴെ ഇതുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്, 6 വയസ്സിൽ താഴെ ഉള്ള കുട്ടികൾ പല്ല് തേക്കുമ്പോൾ ഈ പല്ല് തേക്കുന്നതിന് മുമ്പിട്ട് രക്ഷകർത്താക്കളുടെ മേൽനോട്ടത്തിൽ മാത്രമേ തേക്കാവെന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരതിന്റെ എല്ലാ വേലകളും ആ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനതയ്ക്ക് ഒരു ആരോഗ്യവും ഒരു സംവിധാനവും ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ കള്ളം കപ്പലിൽ തന്നെയാണ്. അപ്പൊ ആ കള്ളനെ ആദ്യം പരിചരിക്കണമെങ്കിൽ ഇനി സംവിധാനത്തിൽ കൂടെ ഒന്നും ചെയ്യാൻ പറ്റൂല. അവനവൻ നന്നാകുക. വളരെ നല്ല കാര്യമാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ചർച്ച ഉപസംഹരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഈ ചർച്ചയില് നമ്മുടെ ആരോഗ്യരംഗം രോഗഗ്രസ്തമായത് എന്തുകൊണ്ട്, എങ്ങനെ ഇത് സംഭവിച്ചു, എങ്ങനെ ഇതിനെ വീണ്ടെടുക്കാം എന്നുള്ള ചർച്ചകളാണ് നടത്തിയത്. വളരെ ആവേശകരമായ ചർച്ചകൾ. ഇവിടെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്. ഒരു രംഗവും അലോപ്പതിയോ ആയുർവേദമോ ഹോമിയോപ്പതിയോ ഇതിലെല്ലാം ധാരാളം നന്മയുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അതിലൂടെ ഒരുപാട് ഉപകാരവും കിട്ടുന്നുണ്ട്. പക്ഷേ എവിടെയോ എപ്പോഴോ നമ്മുടെ